റഷ്യയെ തരിപ്പണമാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യ അങ്ങനെ തരിപ്പണമാക്കാൻ ട്രംപ് നിൽക്കണ്ട, ക്രിമിയ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പുടിനും പറയുന്നു. ക്രിമിയ പിടിച്ചെടുക്കുമെന്ന് പുടിനല്ല പറയുന്നത്, ട്രംപ് തന്നെ പറയാനാ. ക്രിമിയ പുടിന്റെ കയ്യിലുണ്ടല്ലോ. അപ്പൊ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാക്കിന് എല്ലില്ലാതെയാണ് ട്രംപ് ഇങ്ങനെ UN-ലേക്ക് വന്നിരിക്കുന്നത്. അതായത് ക്രിമിയ തിരിച്ചെടുക്കുമെന്ന് കൊല വിളിച്ചാണ് പുടിൻ പറയുന്നത്. കൊലവിളിയാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ ഈ UN-ൽ നടക്കുന്ന ഒരു സമ്മേളനം ഉണ്ടല്ലോ, അതായത് പൊതുസഭയിൽ, ജനറൽ അസംബ്ലി, പൊതുസഭാ സമ്മേളനം കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ രാഷ്ട്രത്തലവന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഈ പ്രധാനമായിട്ടും ഈ മധ്യ ഏഷ്യയിലെ, പശ്ചിമ ഏഷ്യയിലെ സമാധാനം നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ടല്ലോ, കലുഷിത അവസ്ഥയുണ്ടല്ലോ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ പറ്റിയൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അംഗീകരിച്ച 142 രാജ്യങ്ങളെയൊക്കെ വിമർശിച്ചിരുന്നു. അതായത് നിങ്ങൾക്ക് മധ്യേഷ്യയിൽ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ 142 രാജ്യങ്ങളെ അംഗീകരിച്ചു, ശരിക്കണം മധ്യേഷ്യയിൽ സമാധാനത്തിന് വേണ്ടിയല്ലേ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് നിങ്ങൾ അംഗീകാരം കൊടുത്തത്. 142 രാജ്യങ്ങളെയും ട്രംപ് വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം ഗാസയിൽ നിന്ന് പിടികൂടിയ 48 ബന്ദികളെ മോചിപ്പിക്കാനാണ് പ്രമേയം പാസ്സാക്കേണ്ടത്. അങ്ങനെ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി പാലസ്തീൻ എന്നൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം ഉണ്ടാക്കാനല്ല. ആ 48 ജീവന് വിലയില്ലേ? അതോ നിങ്ങൾ ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യത്തിനിട്ടിരിക്കുന്ന വിലയാണോ ആ 48 ജീവൻ എന്ന് ട്രംപ് ചോദിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതായത് നമുക്ക് ട്രംപിന്റെ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ നീണ്ട ഒരു പ്രസംഗമായിരിക്കും. അതിലൊരു ഭാഗം മുഴുവൻ ഈ നോബൽ സമ്മാനത്തിന് വേണ്ടിയുള്ള കരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ, ഈ കരച്ചിലും മെഴുകലും ഒക്കെ ആയിരുന്നു ആ ഒരു ഭാഗം. പക്ഷെ അതിൽ മറ്റു ചില ഭാഗങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ നെതന്യാഹുവിനോട് ട്രംപിന് പറയാനുള്ളത്, നെതന്യാഹുവിനോട് വലിയ മതിപ്പൊന്നും ട്രംപിന് ഒരു ഇതില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഖത്തറിനെ ചോദിക്കാതെ കയറി അടിച്ചു. അത് മാത്രമല്ല, നെതന്യാഹു കാര്യങ്ങൾ സ്വയം, അതായത് ട്രംപിനോട് ചോദിക്കാതെ സ്വയം തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് ലോകം മുഴുവൻ അറിയാം. അപ്പോൾ അതൊരു എന്താ പറയാ, സ്വന്തം ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ഒരു സ്റ്റേറ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതായത് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ തന്നെ ഒരു ഇതാണല്ലോ, ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ സുഹൃത്ത് രാജ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, അവരുടെ തന്നെ ഒരു ഭാഗം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതായത് ആ ഒരു രാജ്യം തന്നെ ഇങ്ങനെ അമേരിക്കയുടെ അനുസരണക്കേട് കാണിക്കുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയ നാണക്കേടാണ്. കാരണം മുമ്പ് ഒരിക്കലും ഇസ്രായേൽ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ട്രംപ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരൊറ്റ കാര്യത്തിൽ നെതന്യാഹുവിനോട് ട്രംപിന് ഒരു കെറുവുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്ന ട്രംപിനെ പറ്റിയുള്ള വാർത്തകൾ കേട്ടിരുന്നു. അദ്ദേഹം ചില വാക്കുകളൊക്കെ പറഞ്ഞു, ഇവനെന്ത് തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. ഇതാണ് ഈ ട്രംപിനെ അധികം അടുപ്പിച്ചാലുള്ള കുഴപ്പം. മൈ ഫ്രണ്ട് എന്ന് വെച്ചിട്ട് അദ്ദേഹം ബാക്കി അതിലെ ഫ്രണ്ട് അങ്ങ് എടുത്ത് കളഞ്ഞു. ബാക്കി മാത്രം അദ്ദേഹം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം അങ്ങനെ അല്ല, അദ്ദേഹം അതാണ് ചെയ്തത്. കാരണം എന്താണ് പറഞ്ഞത്, നീയൊക്കെ പോയി തൊലയടാന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ പോസ്റ്റ് ഓർമ്മയില്ല, റഷ്യയും ചത്ത നീയും ചത്താവുമ്പോ നിനക്കും ചത്തത് സമ്പദ് വ്യവസ്ഥ, റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥ, നീക്ക് രണ്ടും കൂടെ പോയി തൊലയിടാന്നല്ലേ പറഞ്ഞു. അങ്ങനെ പ്രാഗിയാണ് വിട്ടത്, എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് കിടപ്പിലാവാറായല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ റഷ്യക്ക് കൃത്യമായിട്ടുള്ള ഒരു താക്കീത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. റഷ്യൻ വിമാനങ്ങൾ യൂറോപ്യൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അവരുടെ വ്യോമാതിർത്തി ലംഘിച്ചു കഴിഞ്ഞാൽ വെടിവെച്ചിടാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നാറ്റോയ്ക്ക്. അതായത് ഇനി നിങ്ങൾ ഭയക്കേണ്ടതില്ല, അതിന് മടിക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് പറഞ്ഞത്. നിങ്ങളെ നാറ്റോ ചെല്ലും ചെലവിൽ നടത്തി ഇതുപോലെ ഗുണ്ടകളാക്കി നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. എണ്ണയിട്ട് നിർത്തിയിരിക്കുകയാണ് നിങ്ങളെ, എണ്ണയിട്ടേ തിന്ന് കൊഴുപ്പിച്ച് എണ്ണയിട്ട് നിർത്തിയിരിക്കുന്ന ആകാശം പോകുമ്പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കാനല്ല, നോക്കി നിൽക്കാനല്ല,
അടിക്കാനാണെന്ന് പറയും. പക്ഷെ അവർ തടയുന്നുണ്ട്. ഇവര് നാറ്റോ സഖ്യം തടയും, പക്ഷെ ആക്രമിക്കില്ല. സമാധാനത്തിന്റെ ഇതല്ലേ, അതായത് ആക്രമിക്കാൻ അല്ല, ആക്രമിച്ചു കഴിഞ്ഞാൽ കളി മാറും. അതാണ് അവർക്കൊരു യുദ്ധം. അതായത് ഇതിൽ നമ്മൾ വിചാരിക്കും ഇവിടെ വീട്ടിലിരുന്ന് യുദ്ധം വേണം എന്ന് പറയുന്ന കുറെ ടീമുകളുണ്ട്. അടിക്കട ഇവന്മാര് മറ്റേ അമ്പലപ്പറമ്പിലെ പൂരപ്പറമ്പിലെ അടിയുണ്ടല്ലോ, അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ കൂടെ ഒരു പാകിസ്ഥാന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയുടെ ഒരു ബോംബർ വിമാനം 3 ഇങ്ങനെ ഇവിടെ കൂടെ നമ്മുടെ തിരുവനന്തപുരത്ത് കൂടെ അല്ലെങ്കിൽ കൊച്ചിയുടെ പറന്നു പോയി കഴിഞ്ഞാൽ നിക്കറിൽ കൂടെ മുള്ളും ആൾക്കാർ. ശരിക്കും ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നൊരു കെട്ടിടം പൊട്ടിത്തെറിക്കുന്നു, ചുറ്റും ആളുകൾ ബഹളം വെച്ച് ഓടുന്നു. ഇതൊരു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അത് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ നഗരം തന്നെ മാറിപ്പോവും. അതിന്റെ നമ്മളിവിടെ ഇരുന്ന് യുക്രൈനിൽ റഷ്യ ബോംബിടുമ്പോൾ 4 മരിച്ചു, ഇപ്പുറത്ത് 8 മരിച്ചു. ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്ന പോലെ പറയും. പക്ഷെ അത് മനുഷ്യ ജീവനാണ് പൊലിഞ്ഞു വീഴുന്നത്. കാരണം നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ മാത്രമേ. ഇവിടെ 26 പേര് മരിച്ചപ്പോൾ കൊണ്ടു, പഹൽഗാമിൽ 26 മരിച്ചു, 26 പേര്. പക്ഷെ നമ്മളവിടെ കണക്ക് പറയുമ്പോൾ 30, 60 ഈ ആയിരക്കണക്കിനുള്ള പേര് പറയുമ്പോഴും നമുക്കിവിടെ കണക്കുകൾ മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നാറ്റോ സഖ്യം ശ്രമിക്കുന്നത്. ഈ വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ അതിന് തടയുക, കാരണം ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ അതായിരിക്കും 3ാം ലോക യുദ്ധത്തിൽ തുടക്കം. ഈ ട്രംപ് ഈ പോക്കാണെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധം നമ്മള് ട്രംപ് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധം ഉണ്ടാക്കും. അതുകൊണ്ട് അതാണ് നമ്മൾ. അതായത് നമ്മൾ ഇനി ഭാവിയിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആറ്റം ബോംബൊക്കെ ഇട്ട് ഭൂമിയിൽ ഇനി മനുഷ്യരാശി അവശേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിനെ പറ്റി പഠിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ട്രംപ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് ഇദ്ദേഹം 3ാം ലോക മഹായുദ്ധം ഉണ്ടാക്കി എന്നായിരിക്കും ഇപ്പൊ പഠിച്ചിട്ട്. ഇയാള് ഇവൻ ആരടാന്നായിരിക്കും ഇവര് ചിന്തിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ എന്തായാലും നമ്മൾ കാണുന്നത്. അത് പറയും, എനിക്ക് സമാധാന നോബേൽ സമ്മാനം തന്നില്ല, ഒബാമയ്ക്ക് കിട്ടിയതുകൊണ്ട് അസൂയ പോട്ട് നടക്കണം. ഒബാമ, അതായത് ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഒബാമ ജയിലിലാവുന്നത്, ഇതൊക്കെയാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുന്നത് ഇദ്ദേഹം. അതായത് ഇദ്ദേഹത്തിന് പ്രായം എത്രത്തോളം, 8 വയസ്സാണ്. പിള്ളേരെ ബുദ്ധി അല്ല, അങ്ങനെ അതാണ് പറയുന്നത്. അത്രയും അസൂയൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തായാലും അതിലൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം, കൗതുകമൊക്കെയാണ് കാണുന്നത്. ഒബാമ ജയിലിലാവുന്നു, അതിങ്ങനെ കൈ ഒട്ടുന്ന സ്മൈലി ഇമോജി ഇട്ടിട്ടാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളാണ് അമേരിക്ക ഭരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്രയും ശേഷിയുള്ള ഒരു രാജ്യമാണ്. അത് പറഞ്ഞാൽ പ്രഹരശേഷിയുള്ള അല്ല, അത്രയും ഞാൻ പറയുന്നത് നമ്മൾ പറയൂലേ. പിന്നെ ഇപ്പൊ നമ്മൾക്ക് തിരുവനന്തപുരത്ത് നോക്കിയാൽ തിരുവനന്തപുരം തമ്പാനൂര് 1 സെന്റിന് എത്ര രൂപയെന്ന് വെച്ചാൽ നമ്മൾ സെന്റിൽ അടിക്കനുസരിച്ചാണ് അവിടെ പൈസ ചെയ്യുന്നത്. അവിടെ ഇവനെ കൊണ്ട് നിർത്തിയ ചുമ്മാ കിട്ടുമെന്ന് പറയുന്നത്. അല്ല, എന്തായാലും അതാണ് അവസ്ഥ. എന്തായാലും ഈ ഇസ്രായേലിന്റെ വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് ആശംസനീയമാണ്. കാരണം അത് പ്രശംസനീയം തന്നെയാണ്. പക്ഷെ ഈ റഷ്യയുടെ വിഷയത്തിൽ അത് കൊണ്ട് തടച്ചു. അത് സെലൻസ്കിയെ ധീരൻ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സെലൻസ്കിയെ ധീരൻ എന്നാണ് വിളിച്ചത്. ആ ധൈര്യം കൊടുത്ത് ഇവിടം വരെ കൊണ്ടെത്തിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ഇപ്പം കഴിഞ്ഞ ദിവസം ജയസി പറഞ്ഞതുപോലെ ഒരുത്തിന് കഴിവില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി കഴിവില്ല എന്ന് തന്നെ പറയണം. ഇവിടെ ട്രംപ് ധീരൻ എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ധൈര്യം കൊടുത്ത് കൊണ്ടെത്തിക്കുകയാണ്. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇങ്ങനെ പറഞ്ഞ വ്യോമാതിർത്തി പ്രവേശിച്ചാൽ. ഇത് രസകരമായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഇരട്ടത്താപ്പ്, അത് ട്രംപ് ആണെങ്കിലും ഒബാമ ആണെങ്കിലും ഏത് പ്രസിഡന്റ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിലും ഈ ഇരട്ടത്താപ്പ് ഇതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് കേട്ടോളൂ, അതായത് കൺവിൻസിംഗ് സ്റ്റാർ അമേരിക്കയാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രംപിന്റെ മാത്രമല്ല, അമേരിക്കയുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, നാറ്റോ രാജ്യങ്ങൾ വ്യോമാതിർത്തി പ്രവേശിച്ചാൽ, അതായത് ഇവരുടെ റഷ്യൻ വിമാനങ്ങൾ നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ അവയെ വെടിവെച്ചിടേണ്ടതുണ്ടോ? ട്രംപ് ഉണ്ട് എന്ന് പറഞ്ഞു. യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അത്തരമൊരു സാഹചര്യത്തിൽ US നാറ്റോ സഖ്യകക്ഷികൾക്ക് പിന്തുണ നൽകുമോ? അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും.
വെടിവെച്ചിട്ടാ കൂടെ നിൽക്കുവോ അതപ്പോ അത് നോക്കാം. സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ നാറ്റോയോട് ഞങ്ങൾക്ക് ശക്തമായ നിലപാടാണുള്ളത്. അതാണ് ട്രംപ് പറഞ്ഞത്. വി സ്റ്റാൻഡ് വിത്ത് നാറ്റോ ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ.